സോഷ്യൽ മീഡിയയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ ചില സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഉണ്ട്. റീൽസും ഷോർട്സും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇവരൊക്കെ ഇപ്പം ബിഗ് സ്ക്രീനിലെ വലിയ സ്റ്റാർസായി മാറിയിരിക്കുകയാണ്. ഡെയിലി യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഇവരെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കാണുമ്പം നമ്മുടെ കൂടെയുള്ള ആരൊക്കെയോ സിനിമയിലെത്തിയ പോലെ ഒരു ഫീലാണ്. അങ്ങനെ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന കുറച്ച് താരങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വാഴ എന്ന മൂവിയിൽ അനുരാജിൻ്റെ വക ഒരു കിടിലൻ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. വാഴയിൽ തന്നെ തിളങ്ങിയ മറ്റൊരു ക്യാരക്ടറാണ് അമിത് മോഹൻ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കുന്നു, പക്ഷേ അത് ഈ വെടിക്കെട്ട് പുരക്കി പെട്രോൾ വെച്ച് കത്തിക്കുന്നതായിരിക്കും വെരി ഡേഞ്ചറസ്. വേണ്ട. ഈ സിനിമയിലെ തന്നെ അൻഷിദിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. രോമാഞ്ചത്തിലൂടെ വന്ന് ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബിൻ ബിനു. ആവേശം സിനിമയിലെ ശാന്തൻ പൊളി പെർഫോമൻസ് അല്ലായിരുന്നോ? നമസ്കാരം, ഗുഡ് മോർണിംഗ് മക്കളെ. ബെഡ് കോഫി എടുക്കട്ടെ. ജിയോമോൻ ജോത് പുള്ളിക്ക് കിട്ടുന്ന എല്ലാ ക്യാരക്ടറും നല്ല കിടിലനായിട്ട് ചെയ്തു വെക്കുന്നു. മണപ്പള്ളി മാധവൻ നമ്പിയായിരുന്ന നിന്റെ തന്തയിൽ രോമാഞ്ചത്തിലെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് പുള്ളി മലയാള സിനിമയിൽ പൊളി. ആവേശത്തിലെ ബിബിമോന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ചെക്കന്മാര് പൊളിച്ചടുക്കിയിരുന്നു. ആവേശത്തിലെ കുട്ടിയും അങ്ങനെയൊന്നും നമുക്ക് മറക്കാൻ പറ്റുമോ? ഒന്നും പറഞ്ഞു നടിക്കാവോ? ഓ ആയിക്കോട്ടെ, വേണം. വാഴയിൽ ചെറുതായിട്ടൊന്ന് തല കാണിച്ച് പോയിട്ടുണ്ട്, അടുത്തതിൽ കാണാം. ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എന്നെ നശിച്ചിട്ടല്ലേ പോകുന്നേ. സെയിം ഫോർ അജിൻ ജോയ് ഓൾസോ. ഭ്രാന്ത് എടുക്കൂടാ. ആ എഴുതാൻ പറഞ്ഞാൽ ഈ എഴുതി വെക്കും. അങ്ങനത്തെ പിള്ളേര് എന്റെ പഴയ സ്വഭാവം അടിച്ചാൽ തെങ്ങിൻ്റെ ഉണ്ടാ കയറ്റിയനെ. ഹാഷിറും പിള്ളേരും കൂടെ കേരളത്തിൽ എന്തൊക്കെ നടത്തുവോ എന്തോ. നടക്കുന്നേ എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഗുരുവായൂർ അമ്പലനടയിലും വാഴയിലും രണ്ട് വ്യത്യസ്തമായ റോളുകൾ ഇടലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫീല് ആവേശത്തിന്റെ മൊത്ത ആവേശവും ഹിപ്സ്റ്ററിൽ നമുക്ക് ആ പടത്തിൽ കാണാൻ പറ്റുമായിരുന്നു. വാഴേന്റെ ടീസർ വന്നപ്പോൾ ഹാഷിർ തരംഗായിരുന്നു യൂട്യൂബിൽ. വാഴ 2 വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവരെ കൂടാതെ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്ന കുറച്ച് ആക്ടേഴ്സാണ് നമ്മുടെ കരിക്കിലെ മച്ചാന്മാർ. വൈകാതെ അവരെയും നമുക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം.